ശ്ലോമോ. ത്രിയേക ദൈവത്തിന് സ്തുതി. മഹാജ്ഞാനിയായ ശലോമോൻ രാജാവിൻ്റെ അധഃപതനത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. തൻ്റെ പിതാവായ ദാവീദ് രാജാവിന് ശേഷം ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ആദ്യകാല ഘട്ടങ്ങൾ ശലോമോൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഇസ്രായേലിലും അടുത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ശലോമോൻ്റെ നാമം വളരെ കീർത്തിപ്പെട്ടു. ശലോമോൻ്റെ ബുദ്ധി വൈഭവം ലോകമെങ്ങും പ്രസിദ്ധമായി. ലോകത്തുള്ള തത്വജ്ഞാനികൾ വരെ ശലോമോനെ ബഹുമാനിച്ചാദരിച്ചു. സർവശക്തനായ ദൈവം തമ്പുരാൻ നേരിട്ട് അനുഗ്രഹിച്ച് ജ്ഞാനവും ബുദ്ധിയും ശക്തിയും സമ്പത്തും ആരേക്കാൾ കൂടുതലായി ശലോമോന് കൊടുത്തു. ശലോമോനോടുള്ള ബഹുമാന പുരസ്കാരം ആയിട്ട് അടുത്തുള്ള അയൽരാജ്യക്കാർ ധനസഹായം ചെയ്തുകൊണ്ടിരുന്നു. ഇസ്രായേലിൻ്റെ സാമ്രാജ്യം വിസ്തൃതമാക്കി. ദൈവമായ കർത്താവിൻ്റെ നിയോഗപ്രകാരം യഹൂദന്മാരുടെ സ്വപ്ന സാക്ഷാത്കാരമായ യെരുശലേം ദേവാലയം വിസ്മയകരമായി പണികഴിപ്പിച്ചു. അതിൻ്റെ ചുറ്റുമുള്ള രാജധാനികൾ, കൊത്തളങ്ങൾ എല്ലാം ആരെയും ആകർഷിക്കത്തക്കവണ്ണം പണി പൂർത്തീകരിച്ചു. ശേബ രാജ്ഞി വരെ യെരുശലേമിൽ വന്ന് വിസ്മയകരമായിരിക്കുന്ന രാജധാനി യെരുശലേം ദേവാലയം കാണുകയും ശലോമോൻ്റെ ദിവ്യമായ ജ്ഞാനവാക്കുകൾ കേട്ട് സന്തോഷിച്ച് ആനന്ദിച്ചു. ദൈവത്താൽ വളരെ അനുഗ്രഹിക്കപ്പെടുകയും ഇസ്രായേൽ സമൂഹം മുഴുവനും ആദരിക്കപ്പെടുകയും ലോകം മുഴുവനും ബഹുമാനിക്കപ്പെടുകയും ചെയ്ത മറ്റൊരു വ്യക്തി ശലോമോനെ പോലെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. 1 രാജാക്കന്മാരുടെ 3-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ ശലോമോൻ്റെ സുവർണ കാലഘട്ടത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ദൈവത്തിൻ്റെയും ഇസ്രായേൽ വിശ്വാസികളുടെയും മനുഷ്യരുടെയും മുമ്പാകെ ശ്രേഷ്ഠനും അനുഗ്രഹിക്കപ്പെട്ടവനുമായ ശലോമോൻ്റെ അധഃപതനത്തിന് 4 കാരണങ്ങൾ ഉണ്ട്. ഇത്രയും വലിയ ജ്ഞാനിയായ ശ്രേഷ്ഠനായ മഹോന്നതനായിരിക്കുന്ന ആ ഒരു വ്യക്തി അധഃപതിച്ചത് എന്തുമാത്രം ഹീനകരമായ രീതിയിലെന്ന് ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ 4 ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഹിസ് എക്സ്ട്രാവാഗന്റ് ലക്ഷറി, അമിതമായ ആഡംബര ജീവിതശൈലിയായിരുന്നു. 1 രാജാക്കന്മാരുടെ 10-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള ഭാഗം വളരെ വ്യക്തമായിട്ട് ശലോമോൻ രാജാവിൻ്റെ ആഡംബര ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ശലോമോൻ്റെ സിംഹാസനത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. 1 രാജാക്കന്മാരുടെ 10-18 അത് വിവരിക്കുന്ന ഇപ്രകാരമാണ്. രാജാവ് ദന്തം കൊണ്ട് അഥവാ ആനക്കൊമ്പ് കൊണ്ട് ഒരു വലിയ സിംഹാസനമുണ്ടാക്കി തങ്കം കൊണ്ട് പൊതിഞ്ഞു. സിംഹാസനത്തിന് 6 പതനം ഉണ്ടായിരുന്നു. സിംഹാസനത്തിൻ്റെ തല പുറകോട്ട് വളഞ്ഞിരുന്നു. ഇരിപ്പിടത്തിൻ്റെ ഇരുഭാഗത്തും കൈത്താങ്ങലും കൈത്താങ്ങലിനരികെ നിൽക്കുന്ന 2 സിംഹവും ഉണ്ടായിരുന്നു. 6 പതനത്തിൽ, ഈ പതനം എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. 6 പതനത്തിൽ ഇപ്പുറത്തും അപ്പുറത്തുമായി 12 സിംഹം നിന്നിരുന്നു. ഒരു രാജ്യത്തും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നില്ല. ശലോമോന്റെ സകല പാനപാത്രങ്ങളും പൊന്നുകൊണ്ടും തങ്കം കൊണ്ടും ഉള്ളതായിരുന്നു. അടിച്ചു പരത്തിയ പൊന്നുകൊണ്ടുള്ള 200 വൻ പരിചക ഉണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ശേക്കൽ പൊന്ന് ചെലവായി. അപ്പോൾ ശലോമോന്റെ ഈ വലിയ സിംഹാസനത്തോടുകൂടിയുള്ളതായ ആ ഉപകരണങ്ങളും എല്ലാം പൂർണ്ണമായി തങ്കം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പൊതിഞ്ഞിരിക്കുകയാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായിട്ടുള്ള രീതിയിലായിരുന്നു
പൊന്നും തങ്കം കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രഹത്തിലെ ഉപകരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ സമ്മർ പാലസിൻ്റെ പേർ ലെബനോൻ വനഗ്രഹം എന്നാണ്. അത് മുഴുവനും പൊന്നും തങ്കം കൊണ്ടും ഉണ്ടാക്കിയ കൊട്ടാരമായിരുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള രാജാവാണ് ശലോമോൻ എന്നറിയിക്കുന്നതായിരുന്നു ലക്ഷ്യം. ഈ ലോകത്തിൻ്റെ മായ കാഴ്ചയിൽ ശലോമോൻ വീണുപോയി. തൻ്റെ ചിന്ത മുഴുവനും പൊന്നുകൊണ്ടും തങ്കം കൊണ്ടുമുള്ള ആർഭാടകരമായ അലങ്കാരത്തിലും ആഡംബര ജീവിതത്തിലും ആയിരുന്നു. ലൗകികമായ ആഡംബര ജീവിതം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ വരെ ആഡംബര ജീവിതത്തിലും പൊന്നിലും തങ്കത്തിലും വീണുപോയെങ്കിൽ സാധാരണക്കാരായ ആൾക്കാരെ എന്തിനെ കുറ്റം പറയണം? നമ്മുടെ കൺമുമ്പിൽ തന്നെ വലിയ ആർഭാട ജീവിതത്തിൽ ജീവിച്ചവരുടെ അധോഗതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം യാതൊരു വശവുമില്ലാതെ പല കുടുംബങ്ങളും ആത്മഹത്യ നടത്തി. ആർഭാട ജീവിതത്തിൽ ലയിച്ചു ചേർന്ന സോളമൻ അറിയാതെ തന്നെ ദൈവത്തിൽ നിന്നും അകന്നുപോയി. രണ്ടാമത്തെ റീസൺ പറയുകയാണ്. അധപ്പതനത്തിൻ്റെ രണ്ടാമത്തെ റീസൺ എന്താണെന്നറിയാമോ? ഹിസ് നൊട്ടോറിയസ് സെൻഷ്വാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്ത്രീ ബന്ധം. 1 രാജാക്കന്മാരുടെ 11-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ കാണാം. അതിൽ പറയുന്നത് ശലോമോൻ രാജാവ് ഒരിക്കലും ചെയ്യാൻ വയ്യാത്ത കാര്യമാണ്. എന്ത്? ഒരു യഹൂദനായിരിക്കുന്ന ഒരു രാജാവ് ഒരിക്കലും അന്യ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ല. പക്ഷേ ഇദ്ദേഹം ചെയ്തത് എന്താണ്? ഫറവോൻ്റെ മകളെ ആണ് വിവാഹം കഴിച്ചത്. അതുകൂടാതെ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിദ്യർ എന്നിങ്ങനെ അന്യജാതിക്കാരികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു. ശലോമോന് 700 കുലീന ഭാര്യന്മാരും 300 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. ചിന്തിക്കുക, ഒരു രാജാവിൻ്റെ അവസ്ഥ. ഇതിൽ കൂടുതൽ എന്താണ് അധോഗതി, അധപ്പതനം എന്ന് പറയുന്നത്? അവൻ്റെ ഭാര്യമാർ അവനെ വശീകരിച്ചു. അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. ശലോമോൻ ഭാര്യമാരുടെ ഉപദേശം കേട്ട് അന്യദേവന്മാരെ സേവിച്ചു. ദൈവമായ കർത്താവ് അവനോട് കൽപ്പിച്ചത് എതിരായി അന്യദേവന്മാർക്ക് വേണ്ടി ബലികൾ അർപ്പിച്ചു. ശലോമോൻ്റെ ആർഭാട ജീവിതത്തിൽ ആകൃഷ്ടരായ സ്ത്രീകൾ അവനെ മോഹിച്ചുപോയി. ശലോമോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം അന്യജാതിയിൽപ്പെട്ട ഫറവോന്റെ മകളെ വിവാഹം കഴിച്ചു എന്നതാണ്. ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ടാണ് ശലോമോൻ ചെയ്തത്. ഇതിനെക്കുറിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം 23-26 പറയുന്നുണ്ട്. നെഹമ്യാവ് പ്രവാസകാലത്ത് തിരിച്ച് യെരൂശലേമിൽ വന്നു കഴിഞ്ഞ പല കാര്യങ്ങൾ അവിടെ ക്രമീകരിച്ചു. അതിൽ അവസാനമായി ചെയ്യുന്നത് എന്താണ്? പ്രവാസകാലത്ത് അന്യജാതിയിൽപ്പെട്ടവരെ വിവാഹം കഴിച്ചിരുന്ന ആ സ്ത്രീകളെ അവിടുന്ന് അവരുടെ ജീവിതത്തിൽ മാറ്റി നിർത്തുകയാണ്. അത് ഒരു യഹൂദന് കൊള്ളാവുന്നതല്ല. ആയതുകൊണ്ട് ഈ നെഹമ്യാവ് അവരെ സംബോധന ചെയ്ത് പ്രസംഗിക്കുന്ന ഈ ശലോമോനെ കാണിച്ചുകൊണ്ടാണ്. അതാണ് ആ ഭാഗത്ത് പറയുന്നത്. ഇസ്രായേൽ രാജാവായ ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ? അവനെപ്പോലെ ഒരു രാജാവ് അനേക ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവൻ തൻ്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കി. എങ്കിലും അവനെയും അന്യജാതിക്കാരികളായ ഭാര്യമാർ വശീകരിച്ച് പാപം ചെയ്യിച്ചുവല്ലോ. നിങ്ങൾ അന്യജാതിക്കാരികളെ വിവാഹം കഴിക്കുന്നത് ദൈവത്തോട് ചെയ്യുന്ന വലിയ ദോഷമാണ് എന്നാണ് നെഹമ്യാവ് പ്രതിപാദിച്ചിരിക്കുന്ന. നെഹമ്യാവിൻ്റെ പുസ്തകം ഞാൻ പറഞ്ഞുവല്ലോ, 13-ാം അധ്യായം 23 വാക്യം വായിച്ചു നോക്കുക. അപ്പോൾ ആ രണ്ടാമത്തെ വലിയ പാപം എന്ന് പറയുന്നത് ശലോമോൻ്റെ സഹിക്കാൻ വയ്യാത്ത നൊട്ടോറിയോസ് സെൻഷ്വാലിറ്റി ആയിരുന്നു. മൂന്നാമത്തെ കാരണം
എന്താണ്? ഇൻ ഒപ്രസിങ് ദ പീപ്പിൾ, ജനങ്ങളെ അവരുടെ ജീവിതത്തിൽ വളരെയേറെ ഞെരുക്കി പീഡിപ്പിച്ചു. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ശലോമോൻ സ്വർണം കൊണ്ടും തങ്കം കൊണ്ടും പൊതിഞ്ഞ കൊട്ടാരത്തിൽ അനേക സുന്ദരിമാരോടുകൂടി ഉല്ലസിക്കുമ്പോൾ താഴെ തൻ്റെ പ്രജകൾ അനുഭവിക്കുന്ന കഷ്ടതകളും ദുഃഖങ്ങളും മനസ്സിലാക്കി അവരെ സഹായിക്കുവാൻ തൻ്റെ ആഡംബര ജീവിതത്തിൽ താൻ മറന്നുപോയി. എന്നാൽ ശലോമോൻ ഭരണം ഏറ്റപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചത് അതിന് വിരുദ്ധമായിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. ശലോമോൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് നോക്കുക. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിനെ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരേണമേ എന്നാണ്. 1 രാജാക്കന്മാരുടെ 3:8 ഈ പ്രാർത്ഥന. എന്നാൽ ഇപ്പോൾ അവൻ്റെ പ്രാർത്ഥന മുഴുവനും ആളുടെ നടുവിൽ നിന്നുകൊണ്ടാണ്. വിജാതീയരായിരിക്കുന്ന സുന്ദരിമാരുകളെ 100 സുന്ദരിമാരുകളുടെ നടുവിൽ നിന്നുകൊണ്ട് അവൻ ആഹ്ലാദിക്കുകയാണ്, വീഞ്ഞു കുടിക്കുകയാണ്. ചിന്തിക്കുക, എന്തുമാത്രം അധപ്പതനമാണ് വന്നിരിക്കുന്നത്. ഒരു കാലത്തെ രാജ്യത്തിന് വേണ്ടിയും അതിലെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും അവരുടെ പരിപാലനത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്ന ശലോമോൻ ജനങ്ങളെ ഓരോ കാര്യത്തിനു വേണ്ടി ഞെരുക്കിക്കൊണ്ടിരുന്നു. ശലോമോൻ്റെ മകനായ രെഹയാബിനോട് ഈ കാര്യം ജനങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ആ ഭാഗം 1 രാജാക്കന്മാരുടെ 12-ാം അധ്യായം 4 മുതലുള്ള വാക്യത്തിൽ കാണുന്നുണ്ട്. എന്താണ് പറയുന്നത്? രെഹബ്യാമിനോട് ജനങ്ങൾ, നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വച്ചു, നിന്റെ അപ്പൻ്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്നു. ഭാരമുള്ള നുകവും മുഖാന്തരം ഞങ്ങളെ കഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ പീഡനം കൊണ്ട് ശലോമോനെ കുറിച്ചുള്ള ആദരവും ബഹുമാനവും സ്നേഹവും ജനങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെട്ടു. മാത്രമല്ല, ദാവീദിന്റെ കാലത്തെ ഏദോമ്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ഏദോമ്യരെ വളരെ ക്രൂരമായി കൊന്നു കളഞ്ഞതിനാൽ അവരുടെ വൈരാഗ്യബുദ്ധി അവസരത്തിനു വേണ്ടി കാത്തിരുന്നു. ജനത്തിൻ്റെ അപ്രീതിയും ശത്രുക്കളുടെ വൈരാഗ്യവും ഒരുമിച്ച് കൂടി വന്നപ്പോൾ ഏക ജനതയായി വളരെ ഐക്യത്തോടും വിശ്വാസത്തോടും കൂടി ഒരുമിച്ച് നിന്നവർ ശലോമോന്റെ സിംഹാസനത്തിനോട് നീരസപ്പെട്ടു. മാത്രമല്ല, വിജാതീയ ദേവന്മാർക്ക് വേണ്ടി ധൂപം വയ്ക്കുകയും ബലി നടത്തുകയും ചെയ്തത് ഇസ്രായേൽ ജനതയിൽ അസ്വസ്ഥത ഉണ്ടാക്കി. ശലോമോൻ യെരുശലേമിന് എതിരെയുള്ള മലയിൽ മോവാബ്യ അവരുടെ മ്ലേച്ഛ വിഗ്രഹമായ കെമോസിനും അമന്യരുടെ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്നു. ജാതിക്കാരത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. 1 രാജാക്കന്മാരുടെ 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണുക. ശലോമോന്റെ വഴിവിട്ട ജീവിതം കൊണ്ട് തൻ്റെ ശേഷം ഇസ്രായേൽ ജനത 2 വിഭാഗമായി മാറി, 2 സിംഹാസനങ്ങളായി രൂപപ്പെട്ടു. ദൈവമായ കർത്താവ് ശലോമോനോട് അരുൾ ചെയ്തത്, എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്കുകൊണ്ട് ഞാൻ രാജ്യത്ത് നിങ്ങളിൽ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്നെ ദാസന് കൊടുക്കും. എങ്കിലും നിന്റെ അപ്പനായ ദാവീദ് നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല, നിന്റെ മകന്റെ കാലത്തെ അത് ചെയ്തിരിക്കും. 1 രാജാക്കന്മാർ 11:11 പറയുന്നു. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശലോമോൻ ദൈവത്തിന് വളരെ അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നാൽ നല്ലവനായി ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ച ദാവീദ് മുഖാന്തരം ദൈവം ശലോമോനോട് കരുണ കാണിക്കുന്നു. എന്നാൽ ശലോമോന്റെ ദുഷ്ടത തൻ്റെ മകനിലേക്ക് കടന്നു വരികയാണ്. നല്ലവരായ മാതാപിതാക്കളുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരുണയുണ്ടായിരിക്കും. മക്കളെ കരുതുന്ന മാതാപിതാക്കന്മാർ ആദ്യം കരുതേണ്ടത് ദൈവത്തെ ആയിരിക്കണം.
ദൈവത്തെ കരുതുന്ന മാതാപിതാക്കന്മാരുടെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. ഓർപ്പിക്കുകയാണ് ഞാൻ. ശലോമോന്റെ പാപങ്ങൾ മുഖാന്തരം ശലോമോന് ശേഷം ഇസ്രായേൽ രണ്ടായി പിരിഞ്ഞു. ഒരു വിഭാഗം യഹൂദ സാമ്രാജ്യവും മറ്റൊന്ന് ഇസ്രായേൽ സാമ്രാജ്യവുമായി തീർന്നു. ഒരാൾ മുഖാന്തരം സംഭവിക്കുന്ന പാപത്തിൻ്റെ ഫലം ലക്ഷക്കണക്കിന് സാധുക്കളായ മനുഷ്യർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം. നാലാമത്തെ ശലോമോന്റെ അധപ്പതനത്തിനുള്ളതായ കാരണം ദ കോൺസിക്വൻസ് ഓഫ് സെക്ഷനറി ഐഡൽട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശലോമോന്റെ അന്യദേവാരാധന മൂലമുണ്ടായ പ്രത്യാഘാതങ്ങൾ. എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ശലോമോൻ രാജാവ് യെരുശലേം ദേവാലയം ദൈവത്തിന് സമർപ്പിച്ചതിന് ശേഷം രണ്ടാം തവണ ദൈവം ശലോമോന് പ്രത്യക്ഷപ്പെട്ടു അരുൾ ചെയ്തത്, നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നടക്കുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ ഇരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോവുകയില്ല. എന്നാൽ നിങ്ങളോ നിങ്ങളുടെ പുത്രന്മാരോ എന്നെ വിട്ടു മാറി നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രായേലിനെ കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ പറിച്ചു കളയും. എൻ്റെ നാമത്തിനു വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ മനോഹരമായ ദേവാലയവും ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. 1 രാജാക്കന്മാരുടെ 9:6-7 ഇന്നീ അത്ഭുതകരമായി പണികഴിപ്പിച്ച ദേവാലയത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾ ചെന്ന് നോക്കുക, അവിടെ ഒന്നുമില്ല, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം വന്നു. കാരണം ഈ യഹൂദന്മാരുടെ അധപ്പതനമായ ജീവിതം കൊണ്ടാണ് ഇതിനുണ്ടായത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വരങ്ങളും അനവരതമായി പ്രാപിച്ച ശലോമോൻ രാജാവ് അവൻ്റെ പിതാവിൻ്റെ ഹൃദയം പോലെ ഏകാഗ്രമായിരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ശലോമോൻ അന്യഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി അന്യദേവന്മാരെ ആരാധിച്ചു. ദൈവത്തിന് ഏറ്റവും അനിഷ്ടമായതുള്ളത് ചെയ്തു. തൻ്റെ മകനായ രഹബെയാം അവൻ്റെ അമ്മയായ അമോന്യ സ്ത്രീയുടെ ഉപദേശം മൂലം, അവൻ്റെ അമ്മയും അന്യജാതിക്കാരുത്തിയാണ്, സ്വന്തം യഹൂദ വംശത്തിൽപ്പെട്ടതല്ല, അമോന്യ വംശത്തിൽപ്പെട്ടതാണ് രഹബെയാമിൻ്റെ അമ്മ. അമോന്യ സ്ത്രീയുടെ ഉപദേശം മൂലം പിതാവായ ശലോമോൻ പോയ വഴിയിൽ കൂടി നടന്നു. ശലോമോൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ദോഷം മകൻ പ്രവർത്തിച്ചു. ദൈവത്തിന് അനിഷ്ടമായത് മാത്രം ചെയ്തു. 10 ഗുണം 10 ഗുണം എന്ന പഴമൊഴി പോലെ തന്നെ പരമാർത്ഥമായി തീർന്നു. ദൈവനാമത്തെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്നും അവൻ നീക്കിക്കളഞ്ഞു. ദൈവമായ കർത്താവ് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ സകല മ്ലേച്ഛതകളും അവൻ അനുകരിച്ചു. ആയതിനാൽ മിസ്രയീം രാജാവ് വന്ന് യെരുശലേം ദേവാലയവും കൈവശപ്പെടുത്തി. ആലയത്തിലുള്ള ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും ശലോമോന്റെ കാലത്ത് പണികഴിപ്പിച്ചിരുന്ന പൊന്നും തങ്കം കൊണ്ടുള്ള പരിചകളും മറ്റു എല്ലാ ഉപകരണങ്ങളും കാഴ്ച വസ്തുക്കളും കൊണ്ടുപോയി. ശലോമോൻ എന്ന രാജാവിൻ്റെ പാപം വീണ്ടും ഭാവി തലമുറകളിലേക്ക് കടന്നുകൂടി. അവസാനം ഇസ്രായേലിന് സകലതും നഷ്ടപ്പെട്ടു. കൽദായർ, പാർഷികൾ, മിസ്രൈമ്യർ ഇവരുടെ പ്രവാസികളായി കഴിയേണ്ടി വന്നു. നെഹമ്യ, എസ്രാ പുരോഹിതന്മാരുടെ കാലത്തോളം ഇസ്രായേലിയരുടെ പ്രവാസകാലമായിരുന്നു. ഒരാൾ ചെയ്ത പാപത്തിൻ്റെ ഫലം ഒരു നേഷൻ മുഴുവനും അനേക വർഷം അനുഭവിക്കേണ്ടി വന്നു. അധ്വാനിക്കാതെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തി നേടുന്ന ഒന്നും ശാശ്വതമല്ലെന്ന് ശലോമോന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ദേശവാസികളെ കഷ്ടപ്പെടുത്തിയും അന്യ രാജ്യക്കാരുടെ പണം കൊണ്ടും പൊന്നുകൊണ്ടും തങ്കം കൊണ്ടും ഉണ്ടാക്കിയ സകല സാധനങ്ങളും നഷ്ടപ്പെട്ടു. ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് ദൈവപ്രീതിയിൽ ജീവിച്ച് മേളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം തരുന്നത് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ എന്നറിഞ്ഞിരിക്കുക. ഇന്ന് പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി, വലിയ ലക്ഷ്വറിയസ് ലൈഫിന് വേണ്ടിയിട്ട്
ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുമാത്രം അന്യായങ്ങളാണ് ഓരോ വ്യക്തികളും ചെയ്ത് കൂട്ടുന്നത്. അതിൻ്റെ അനന്തരഫലം എന്താ? ഒന്നോലെ അവൻ ജയിലില്, അവൻ്റെ കുടുംബം ആത്മഹത്യ. വളരെ ശ്രേഷ്ഠരാണ്, വിദ്യാഭ്യാസ സമ്പന്നരായിരിക്കുന്ന ആൾക്കാരാണ്. സാധാരണ എട്ടും പൊട്ടും അറിയാത്തവരല്ല അതൊക്കെ ചെയ്യുന്നത്. മറ്റുള്ളവരെ കൊള്ളയടിക്കുക, മയക്കുമരുന്ന് ബിസിനസ് നടത്തുക, കള്ളനോട്ടടിക്കുക, സ്വർണം കള്ളക്കടത്ത് നടത്തുക. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ശലോമോനെ പോലുള്ള ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട്, പരസ്ത്രീ ബന്ധത്തിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെയും ചെയ്യുന്നത്. ഇതൊന്നും ശാശ്വതമല്ല എന്നാണ് ശലോമോന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ശാശ്വതമായിട്ടുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, മേളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം തരുന്നത് മാത്രം. അത് മതി നമുക്ക്, അതാണ് ശാശ്വതം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ വീണ്ടും ഈ മെസ്സേജിന്റെ ഉള്ളടക്കം ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് നിർത്തുകയാണ്. ശലോമോൻ രാജാവിൻ്റെ അധപ്പനത്തിൻ്റെയും അത് മുഖാന്തരം ഭാവി തലമുറയ്ക്ക് സംഭവിച്ച മഹാകഷ്ടതയുടെയും പ്രധാന കാരണങ്ങൾ: ഒന്ന്, ദ കിങ് സോളമൻസ് എക്സ്ട്രാവാഗന്റ് ലക്ഷറി, അർഹമല്ലാത്ത അമിതമായ ആഡംബര ജീവിതം. രണ്ട്, കിങ് സോളമൻസ് നൊട്ടോറിയസ് സെൻസുവാലിറ്റി, അനേകമായിട്ടുള്ള പരസ്ത്രീ ബന്ധം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇസ്രയേൽ ബൈ ദ ആക്ട് ഓഫ് കിങ് സോളമൻ, ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച വഹിക്കാൻ പറ്റാത്ത ഭാരങ്ങൾ. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ദ കോൺസിക്വൻസ് ഓഫ് സെക്ഷനറി ഐഡൽട്ടറി, അന്യദേവ ആരാധനയാണ്. ഈ 4 കാരണങ്ങളാൽ ശലോമോൻ രാജാവ് തൻ്റെ ഭാവി തലമുറയെ പ്രവാസത്തിലേക്ക് പറഞ്ഞയച്ചു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങളുടെ ഭാവി തലമുറ നിങ്ങളുടെ കയ്യിലാണുള്ളത്. അവരെ അനുഗ്രഹകരമാക്കുന്നതും നാശകരമാക്കുന്നതും നിങ്ങൾ തന്നെയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വരും തലമുറയെയും സമർത്ഥമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കർത്താവിൽ സ്നേഹപൂർവ്വം പുത്തൂർക്കുടിൽ അച്ഛൻ.